ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ ഗ്രീൻ ടീനെ കുറിച്ചിട്ടാണ് ട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഒന്നെങ്കിൽ ഒരു ടൈമിൽ ഗ്രീൻ ടീ ഉപയോഗിച്ചവരാണ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ. ശരിക്കും ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന വിശ്വാസത്തിലാണല്ലോ പലരും കഴിക്കുന്നത്. എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഈ ഗ്രീൻ ടീ കഴിച്ചാൽ തടി കുറയോ എന്ന്? അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതുപോലെ ഇത് എങ്ങനെ കഴിക്കണം, എത്രമാത്രം കഴിക്കണം, ഏത് ടൈമിൽ കഴിക്കണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഉറപ്പായിട്ടും ചിന്തിക്കണം കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാത്ത ചില സൈഡ് എഫക്റ്റുകൾ ഈ ഒരു ഗ്രീൻ ടീക്ക് ഉണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ എനിക്കറിയാവുന്നതും മനസ്സിലായിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങളായിട്ട് കൂടിയിട്ട് ഷെയർ ചെയ്യുക. അതാണ് ട്ടോ ഞാൻ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി ഗ്രീൻ ടീ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കണേന്ന് നോക്കാം. ഈ ഗ്രീൻ ടീയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലോ. അപ്പം ഈ ആന്റി ഓക്സിഡൻസ് എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന റാഡിക്കൽ എന്ന് പറയുന്ന അതിന്റെ ഒരു ഫംഗ്ഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആന്റി ഓക്സിഡൻസ് ചെയ്യുന്നത്. കാരണം ഈ ആന്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ എടുക്കുന്നതിലൂടെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതുപോലെയുള്ള ഡിസീസുകൾ നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ ഗ്രീൻ ടീയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീയുടെ ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസ് എങ്കിൽ, നമ്മുടെ ഗ്രീൻ ടീയുടെ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡാണ് അതിനകത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ കഫേൻ അടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീയിൽ കഫേൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഗ്രീൻ ടീ എടുക്കുമ്പോൾ നമുക്കൊരു എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചായപ്പൊടിയും കോഫിയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏകദേശം ഒരു 100 മുതൽ 200 വരെയാണ് കഫേൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീയിൽ ഒരു 20 to 30% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുമ്പോൾ ഒരുപാട് കഫേൻ നമ്മുടെ ബോഡിയിലെത്തി അത് ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റിന്റെ അത്രയൊന്നും തന്നെ സൈഡ് എഫക്ട്സ് നമ്മുടെ ഗ്രീൻ ടീ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഗ്രീൻ ടീ കുടിക്കാനും പാടില്ല. അപ്പം എന്തുമാത്രം ഗ്രീൻ ടീ കുടിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് ആന്റി ഓക്സിഡൻസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇത് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിലേക്ക് പോയിട്ട് അവിടെയുള്ള നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റിമുലേഷനിലൂടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണിന്റെ അളവ് ഒരുപാട് കൂടും. അപ്പോൾ ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുക എന്നുള്ളതാണ് ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ, ഗ്രീൻ ടീ കുടിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാറ്റ് ബേൺ നടക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ വയറിന് ചുറ്റും അബ്ഡോമിന് ചുറ്റുമായിട്ടുള്ള ഫാറ്റാണ് വേഗം ബേൺ ആവാന്നാണ് കേട്ടോ നമ്മുടെ ഒരു സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിച്ചാൽ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ പോലെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യണം. അതല്ലാണ്ട് നമ്മൾ ഗ്രീൻ ടീ കുടിച്ചാൽ ഒരിക്കലും അത് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവില്ല. അപ്പോൾ നമ്മുടെ ഒരു ഗ്രീൻ ടീ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അവരൊരു ചെറിയ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സെക്ഷനിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഗ്രീൻ ടീ എടുക്കാണ്ട് വർക്കൗട്ട് മാത്രം ചെയ്തു വരുന്ന ആളുകളും, രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഗ്രീൻ ടീ എടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത ആളുകളായിരുന്നു. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു 17% ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫാറ്റ് ബേൺ നടന്നിട്ടുള്ളത് ഗ്രീൻ ടീ എടുത്ത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആളുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ടീ എടുക്കുമ്പോൾ വർക്കൗട്ട് കൂടി ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇനിയിപ്പോ നമ്മുടെ ഒരു ഗ്രീൻ ടീക്കുള്ള സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരു അസിഡിക് ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓൾറെഡി അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും ഒക്കെ ഉള്ള ആൾക്കാർ ഇത് മാക്സിമം കുടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആമാശയത്തിൽ പോയിട്ട് അവിടെയുള്ള നമ്മുടെ അയൺ കണ്ടന്റിനെ വല്ലാണ്ട് അബ്സോർബ് ചെയ്യും. അപ്പം ഈ ഒരു ടൈമിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അയൺ കിട്ടാണ്ടിരിക്കുമ്പോൾ ഇത് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള അസുഖത്തിനും കാരണമാകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്രീൻ ടീ കഴിച്ചു എന്നും പറഞ്ഞ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പോണില്ല, പക്ഷെ ഓവറായിട്ട് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കണം. ഇത് ഞാൻ എൻ്റെ ഷോർട്സിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്ന ടൈമിൽ ഇതിലുള്ള കണ്ടന്റ് നമ്മുടെ യൂറിനിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾക്കും കാരണമാവും. അപ്പോൾ ഇനി ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്രീൻ ടീ നല്ല ചൂടോട് കൂടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മൾ ഒന്നെങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ
ഗ്രീൻ ടീന്റെ ബാഗ് ഇടുക, അതല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് തണുത്ത വെള്ളത്തിൽ ഇടുക. ഒരു 45 സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ഗ്രീൻ ടീന്റെ കണ്ടന്റ് ഒക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് അതിനുള്ളിൽ ആ ഒരു ബാഗ് റിമൂവ് ചെയ്തിട്ട് നമ്മളത് തണുത്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കുടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചൂടോടുകൂടി ഇത് കുടിക്കുമ്പോൾ ഇത് നമ്മുടെ അന്നനാളത്തിൽ പൊള്ളലുണ്ടാക്കും. ഇത് നമ്മുടെ അൾസർ പോലെയുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചാൽ ഗ്രീൻ ടീക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഗ്രീൻ ടീ നല്ല പണി തരും. ഇനിയിപ്പോ ഗ്രീൻ ടീ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഗ്രീൻ ടീ ഇട്ട് കുടിക്കുക. നമ്മൾ ഒരു ദിവസം മാക്സിമം 2 കപ്പ് മാത്രം കുടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരും കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാരും അതുപോലെ ഈ ഒരു അസിഡിക് ഗ്യാസ് ട്രബിൾ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഗ്രീൻ ടീ കുടിക്കാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ ചില ആളുകൾക്ക് ഗ്രീൻ ടീയിൽ ഹണി ആഡ് ചെയ്ത് കഴിക്കാറുണ്ട്. ഞാൻ പേഴ്സണലി അത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഹണിയൊക്കെ കറക്റ്റ് ഒരു നാച്ചുറൽ ഫോം ഓഫ് ഹണിയാണോ നമുക്കറിയില്ല. ചിലപ്പോൾ അതിലൊക്കെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വെറുതെ ഗ്രീൻ ടീ കഴിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കിട്ടാൻ പോണില്ല. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ ടീയിൽ ഹണി ആഡ് ചെയ്യാണ്ട് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലെമൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു ഗ്രീൻ ടീ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യരുത്. അതുപോലെ ഗ്രീൻ ടീയുടെ കൂടെ സ്നാക്സ് അങ്ങനെ ഒന്നും കഴിക്കാനേ പാടില്ല. ഒന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിലൂടെ പറയാം. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1 മന്ത് കൊണ്ട് ഒരു രീതിയിലും വർക്കൗട്ടും എക്സസൈസും ഒന്നും ചെയ്യാണ്ട് എനിക്ക് 5 kg കുറഞ്ഞു എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്.